ഇഡ്ഡലിത്തട്ടിൽ വിരൽ കുടുങ്ങിയ കുഞ്ഞിന് ഫയർഫോഴ്സ് രക്ഷകരായി. തൃശ്ശൂർ ചാലക്കുടി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിൻ്റെ വിരലാണ് ഇഡ്ഡലിത്തട്ടിൽ കുടുങ്ങിപ്പോയത്. നമുക്ക് ആ ദൃശ്യമൊന്ന് നോക്കാം. നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ആ കുഞ്ഞ് വളരെ ഫയർഫോഴ്സ് ഒരുപാട് സമയം ശ്രമിച്ചാണ് പരിക്കൊന്നുമില്ലാതെ ഈ വിരലെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ആ സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ശരിയാണ്. സൂരജ്, ശരിക്കും കുഞ്ഞായതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് തന്നെ അത് അമ്പരപ്പോടെ മാത്രമേ നോക്കി നിൽക്കാൻ കഴിയൂ. പറയൂ. ഒരേ സമയം വേദനയും ആശ്വാസവും ജനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് അത്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ചാലക്കുടി സ്വദേശികളായ ദമ്പതികളുടെ കുട്ടിയാണ്. ഈ കുട്ടി ഈ വീട്ടിൽ ഇഡ്ഡലിത്തട്ടെടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ഇഡ്ഡലിത്തട്ടിന്റെ പിടിഭാഗത്ത് ഒരു ചെറിയ ദ്വാരം ഉണ്ടായിരുന്നു. ആ ദ്വാരത്തിൽ ഈ കുഞ്ഞ് വിരലിട്ടത്. പിന്നീട് ഈ വിരൽ അതിൽ നിന്ന് ഊരിയെടുക്കാൻ സാധിച്ചില്ല. ആദ്യഘട്ടത്തിൽ രക്ഷിതാക്കൾ തന്നെ അതിനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിൽ അത് സാധ്യമാകാതായതോടുകൂടി ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയെ ചാലക്കുടി ഫയർഫോഴ്സ് ഓഫീസിൽ എത്തിക്കുകയായിരുന്നു. അവിടെ എത്തിച്ച് ഈ കട്ടർ ഉപയോഗിച്ചാണ് ഈ ഇഡ്ഡലിത്തട്ടിൽ നിന്ന് ഈ വിരൽ മോചിപ്പിച്ചെടുക്കുന്നത്. ആ സമയത്ത് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ സ്വാഭാവികമായും നല്ല ചൂട് അടക്കം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തണുത്ത വെള്ളമൊക്കെ ഈ കുട്ടിയുടെ വിരലിലേക്ക് ഒഴിക്കുന്നതൊക്കെ ആ ദൃശ്യത്തിൽ കാണാം. അതോടൊപ്പം തന്നെ ഈ കാർട്ടൂൺ കാണിച്ചൊക്കെ ഈ കുട്ടിയുടെ കരയുന്നതൊക്കെ ഒന്ന് നിർത്തിയൊക്കെയാണ് ഇവർ. അതായത് ഒരു അച്ഛനും അമ്മയും ഒക്കെ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നത്, അത്രമാത്രം ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും 1.5 മണിക്കൂർ നീണ്ടുനിന്ന ശ്രമകരമായ ദൌത്യത്തിനൊടുവിൽ പരിക്കുകളൊന്നും ഏൽക്കാതെ തന്നെ ആ വിരൽ ഇഡ്ഡലിത്തട്ടിൽ നിന്ന് മോചിപ്പിക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കാകുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.